കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കഥ അതൊരു സർക്കാർ പദ്ധതിയല്ല, ഒരു സ്റ്റാർട്ടപ്പ് അല്ല, ലക്ഷക്കണക്കിന് മലയാളികളുടെ നാട്ടിൽ നിന്നുള്ള വിടവാങ്ങലാണ്. 1970കളിൽ തുടങ്ങി ഇന്ന് വരെയും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര കേരളത്തിൻ്റെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വീടുകളെയും സ്വപ്നങ്ങളെയും മുഴുവനായി മാറ്റിമറിച്ചു. 2023 മാത്രം കേരളത്തിലേക്ക് വന്ന ഗൾഫ് പണം 2,16,893 കോടി രൂപയാണ്. 2018 അത് വെറും 85,092 കോടി രൂപ മാത്രമായിരുന്നു. വെറും 5 വർഷം കൊണ്ട് 155% വളർച്ച. ഈ പണമൊഴുക്കാണ് കേരളത്തിൻ്റെ അദൃശ്യ GDP ബൂസ്റ്റർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫ് പണത്തിൻ്റെ സത്യമായ മുഖവും അതിൻ്റെ അനുഗ്രഹങ്ങളും വെല്ലുവിളികളുമാണ്. 1970കളിൽ എണ്ണയുടെ കുതിച്ചുചാട്ടം തുടങ്ങുമ്പോഴാണ് ജോലിക്കായി മലയാളികൾ ഗൾഫിലേക്ക് പോയത്. ഗൾഫ് പണം അഥവാ റെമിറ്റൻസ് പ്രധാനമായും സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ് അയക്കുന്നത്. ഈ പണമൊഴുക്ക് കേരളത്തിൻ്റെ മോഡിഫൈഡ് സ്റ്റേറ്റ് ഇൻകം അഥവാ MSI എന്ന ആശയത്തിലൂടെയാണ് വിശദീകരിക്കപ്പെടുന്നത്. എന്താണ് MSI? MSI അറിയാൻ നമ്മൾ ആദ്യം NSDP അതായത് നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്നറിയണം. NSDP എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് സമ്പദ് വ്യവസ്ഥ വഴി സൃഷ്ടിക്കുന്ന യഥാർത്ഥ വരുമാനം, അതാണ് NSDP. ഈ NSDPയുടെ കൂടെ റെമിറ്റൻസ് ചേർത്ത് കാണിക്കുന്നതാണ് MSI. അതായത് കേരളത്തിൻ്റെ വരുമാനശേഷി യഥാർത്ഥത്തിൽ എത്രത്തോളം വലുതാണെന്ന് MSI വെളിപ്പെടുത്തുന്നു. MSI കാരണം കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് പണം വരുന്ന വഴികൾ നോക്കാം. അതിലൊന്നാമത്തെയാണ് നേരിട്ടുള്ള കുടുംബ വരുമാനം. പ്രവാസികളുടെ വേതനം കുടുംബങ്ങളുടെ കൈവശ വരുമാനമായി മാറി. ഇതിലൂടെ കൺസംഷൻ, സേവിങ്, വീടുകളിലെ ആവശ്യകത എല്ലാം വർദ്ധിച്ചു. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ. റെമിറ്റൻസ് മൂലം ബാങ്ക് നിക്ഷേപങ്ങളും NRI നിക്ഷേപങ്ങളും കുടുംബങ്ങളുടെ ലിക്വിഡിറ്റിയും എന്നിവ ഉയർന്നു. ഇതിലൂടെ ക്രെഡിറ്റ് ലഭ്യതയ്ക്കും ധനകാര്യ മേഖലയുടെ പ്രവർത്തനത്തിനും സ്വാധീനമുണ്ടായി. മൂന്നാമത്തെയാണ് അസറ്റ് പർച്ചേസസ് ആൻഡ് കൺസ്ട്രക്ഷൻ. റെമിറ്റൻസ് പണം റിയൽ എസ്റ്റേറ്റ്, വീടുകൾ നിർമ്മാണം, കെട്ടിട നിർമ്മാണ മേഖല എന്നിവയിലേക്ക് ഒഴുകി. നാലാമത്തെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കുടുംബങ്ങൾ റെമിറ്റൻസ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ ചെലവുകൾക്കും ഉപയോഗിച്ചു. ഇതിലൂടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉയർന്നു. ഗൾഫ് പണം ആദ്യം സ്പർശിക്കുന്നത് കുടുംബങ്ങളെയാണ്. വീട് പണി, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ ചെലവ് എല്ലാം ഗൾഫ് പണം കൊണ്ടാണ് ഉയർന്നത്. പണ്ടത്തെ ചെറിയ വീടുകൾ ഇന്ന് വലിയ വീടുകളായി മാറി. കുട്ടികളുടെ പ്രൈവറ്റ് സ്കൂൾ പഠനം, വിദേശത്ത് ഹയർ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഹെൽത്ത് കെയർ എല്ലാം ഗൾഫ് റെമിറ്റൻസ് കൊണ്ട് സാധ്യമായി. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻഇക്വാലിറ്റി വലുതാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇവിടങ്ങളിലാണ് പണത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരുന്നത്. പല ജില്ലകളിൽ ഗൾഫ് പണം കുറവായതിനാൽ അവിടുത്തെ വളർച്ചയും പിന്നിലായി. ഗൾഫ് പണം ബാങ്കിംഗ് മേഖലയും കേരളത്തിനെയും മാറ്റി. NRI ഡെപ്പോസിറ്റുകൾ ബാങ്കുകളിലെ ലിക്വിഡിറ്റി ഉയർത്തി. ഒരു കാലത്ത് കേരളത്തിൻ്റെ സർക്കാർ വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു NRI ഡെപ്പോസിറ്റുകൾ. അവിടെ നിന്നാണ് കൺസ്ട്രക്ഷൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഹൗസിംഗ്, റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ, ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റാലിറ്റി എല്ലാം വളർന്നു. പല പ്രവാസികളും ചെറിയ ബിസിനസ്സുകളിലും ലോക്കൽ എൻ്റർപ്രൈസസിലും ഇൻവെസ്റ്റ് ചെയ്തു. ലുലു മാൾ, UAEയിൽ നിന്ന് വരുന്ന ബിസിനസ് മൈൻഡ്സും പണത്തിനും കേരളത്തിൽ എങ്ങനെ മാറ്റമുണ്ടാക്കാമെന്ന് തെളിയിച്ച് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് കേരളത്തിൻ്റെ കൺസംഷൻ കൾച്ചറിനെ തന്നെ റീഡിഫൈൻ ചെയ്തു. ഗൾഫ് പണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിലും വലിയ പങ്ക് വഹിച്ചു. കേരളം ലിറ്ററസി, ഹെൽത്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാത്തിലും ഇന്ത്യയിൽ മുൻപന്തിയിൽ. കാരണം കുടുംബങ്ങൾ ഗൾഫ് പണം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നിക്ഷേപിച്ചു. പക്ഷേ ഇതിന് സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ വർഷങ്ങളോളം കുടുംബത്തിൽ നിന്ന് അകന്നു. കുട്ടികൾക്ക് അവർ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ സ്നേഹം നഷ്ടമായി. വീട്ടിലെ പണം വർദ്ധിച്ചെങ്കിലും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദങ്ങളും കൂടി. പല ഗവേഷണങ്ങളും സോഷ്യൽ ഡിസ്ട്രസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന സത്യമെന്നു പറഞ്ഞാൽ ഗൾഫ് പണം ഒരിക്കലും സർക്കാർ വരുമാനമല്ല, അതൊരു സ്വകാര്യ വരുമാനമാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ വീടുകളും വാഹനങ്ങളും വാങ്ങിയാലും സർക്കാരിൻ്റെ കടബാധ്യത കുറയുന്നില്ല.
കേരളത്തിൻ്റെ ഡെറ്റ് ടു GSDP റേഷ്യോ ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അതായത് ഗൾഫ് പണം നമ്മുടെ സ്വകാര്യ ജീവിതത്തെ മാറ്റി, പക്ഷെ ഒരു പൊതു ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇനിയുള്ള ചോദ്യം എന്തെന്നാൽ കേരളത്തിന് എത്രത്തോളം ഗൾഫ് പണത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകും? ഓയിൽ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ്, ഗൾഫ് രാജ്യങ്ങളിലെ ജോബ് പോളിസീസ്, പിന്നെ കോവിഡ് പോലുള്ള പാൻഡമിക്സ് എല്ലാം റെമിറ്റൻസിനെ ബാധിക്കും. അതുകൊണ്ട് വിദഗ്ധർ പറയുന്നത് ഗൾഫ് പണത്തിനെ ഒരു സസ്റ്റൈനബിളായുള്ള നിക്ഷേപമാക്കി മാറ്റണം. IT, ടൂറിസം, മാനുഫാക്ചറിങ് പോലുള്ള മേഖലകളിൽ ഡൈവേഴ്സിഫൈ ചെയ്യണം. പിന്നെ മൈഗ്രൻ്റ് കുടുംബങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് നൽകണം. MSI ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്ത് പ്ലാൻ ചെയ്യണം. ഗൾഫ് പണം കേരളത്തിലെ വീട് മുതൽ ലോക വ്യാപാരം വരെ മാറ്റി, പക്ഷേ അത് ദീർഘകാല സ്ഥിരത നൽകാൻ സർക്കാരും കുടുംബങ്ങളും സമൂഹവും ചേർന്ന് അത് കളക്റ്റീവ് ക്യാപിറ്റലാക്കണം. കേരളത്തിന്റെ യഥാർത്ഥ ചലഞ്ച് ഗൾഫ് വെൽത്തിനെ പബ്ലിക് ക്യാപിറ്റലായി മാറ്റുക തന്നെയാണ്. കേരളയുടെ സീക്രട്ട് GDP ബൂസ്റ്റർ അത് നമ്മുടെ സ്വന്തം ഗൾഫ് കണക്ഷനാണ്.